എല്ലാവർക്കും എൻ്റെ എലീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കച്ചവടവുമായിട്ടാട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പൈസ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് കച്ചവടം നടക്കുന്നതെന്ന് കാണണ്ടേ. ഇന്നലെയൊക്കെ നല്ല ആൾക്കാർ വന്നായിരുന്നു, ഇന്ന് അധികം ആൾക്കാർ വന്നില്ല. ഏതായാലും ഇപ്പോൾ പോയാൽ ചിലപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനങ്ങളായിട്ട് പോകുന്നത്. ക്യാമറക്കാരനായ എബിയാട്ടനാണ് കേട്ടോ സാധനം ഒന്ന് പിടിച്ചിട്ടുള്ളത്, ബാക്കി ഫുള്ള് ഞാനാണ് പിടിക്കുന്നത്. ഏതായാലും വാ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഹലോ. അപ്പോൾ ഗായ്സ്, നമ്മളെ ചെറിയ പീടി കേട്ടോ. നോക്കിയാൽ നിങ്ങൾ, നമ്മൾ ഇത്രയുള്ള പീടി എന്നാൽ നമ്മളെല്ലാം സെറ്റപ്പിലോട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കണത്. നമ്മൾ ചുറ്റിലൊക്കെ ആക്കിയിരുന്നു, അതൊക്കെ വിയോ എന്നുള്ള പേടിയിലൊക്കെ അത് കഴിച്ച് കളഞ്ഞ്. പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലത്തെ. ഒന്നും വിചാരിക്കരുത്. ഈ പീടി എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇപ്പോൾ റേറ്റം വന്ന് നമ്മളെ വീടിലുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പീടികയിൽ നല്ല അടിപൊളി മാങ്ങ അച്ചാറുണ്ട്, കണ്ടോ. അടിപൊളി മാങ്ങ അച്ചാറുണ്ട്. കോലിമുട്ടായി ഉണ്ട്, ശോഭാസ് ഉണ്ട്. ഇതൊക്കെ തീർന്നു പോയി കുറേ. പിന്നെ ഇതാ കുറച്ച് മിൽക്കി ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കോപ്പിക്കോയും മെലഡിയും ഇമിലിയും ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മളെ പീടികയിലുള്ളത്. നിങ്ങളൊന്നും കരുതരുത്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു ഏട്ടം വരുന്നുണ്ട് വണ്ടിയിലാട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങോട്ടല്ലെങ്കിൽ ചില വണ്ടികൾ അങ്ങോട്ട് പോകും, അവിടെ വേറൊരു വഴിയുണ്ട്. അപ്പോൾ അതിലൂടെ അങ്ങ് പോകും. അത് രണ്ടും അതിലൂടെ അങ്ങ് പോയി. കസ്റ്റമേഴ്സ് പോയി. അപ്പോൾ ഏതായാലും നല്ല ഇടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കും. മഴ ചോർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. നമുക്ക് ബാബു ഏട്ടനും ദേവി വെച്ചു ഇവിടെ അടുത്തുള്ളതാണ്. നമുക്ക് ഏതായാലും അയ്യാരോട് ചോദിച്ചു നോക്കാം. ഗൈസ്, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അത്ര നിർബന്ധിക്കാനൊന്നുമില്ല. ഏട്ടാൻ്റെ വേണം. ഇപ്പം അവർക്കൊക്കെ നല്ല തിരക്കായിരിക്കും. നേരത്തെ പോയവര് ഡോക്ടറെ അടുത്ത് പോകുന്നതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു പോയി. പിന്നെ വീട്ടിൽ കുട്ടികളൊന്നും അധികമില്ലാത്തതുകൊണ്ട് അവർക്ക് മുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളില്ലേ അവർക്ക് ഉപകാരപ്പെടുന്ന 2-3 സോപ്പുകളും പിന്നെ സോപ്പൊക്കെ നമ്മൾ വിൽക്കാറില്ല ഏട്ടാ. സോപ്പൊക്കെ ഞങ്ങൾ കുറേ ഇവിടെ വെച്ച് ഞങ്ങൾ വിൽക്കാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് കേട്ടോ. ഇവരെ ചെറുങ്ങനെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇവിടുന്ന് ആരും പോകാത്തത്. കാരണം നമ്മളൊന്ന് തിരിഞ്ഞ് അപ്പം എടുക്കും സാധനങ്ങൾ. ഇതിൽ പകുതിയോളം അന്ന് 4 ലേസായിട്ടാണ് തിന്ന് തീർത്തത്. ഈ ചിക്കൻ കണ്ടിക്ക 4 ലേസായിട്ടാണ്. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും കസ്റ്റമേഴ്സ് വരട്ടെ. അതുവരെ ഞാൻ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇവിടെ ഒരു കസ്റ്റമർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, 5 രൂപ അവരുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും നല്ലൊരു കാര്യം അവർ ചെയ്തത്. അവരുടെ ഈ മുട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ കണ്ണാപ്പി വന്നിട്ടുണ്ട്. കണ്ണാട്ടാ 5 രൂപയ്ക്ക് ഇപ്പറാണ് വാങ്ങി. അപ്പല്ലേ നമുക്ക് ഈ 5 രൂപ നമ്മൾ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പിലുള്ള സാധനം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിലിട്ട് വയ്ക്കാമേ. അപ്പോൾ ഇതിലിട്ട് വെക്കാം. ആവട്ടെ, നമുക്ക് വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. അപ്പം അവരുടെ അടുത്തുനിന്ന് മേടിക്കാം. അപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമർ വരട്ടെ. ബൈ ബൈ. നമ്മളെ കൂടി അജിതേച്ചി ഉണ്ട് കേട്ടോ. അപ്പൊ അജിതേച്ചി പൈസ കൊടുക്കുന്നൊക്കെ വാങ്ങണോ? അതൊക്കെ അല്ലേ. അപ്പൊ അജിതേച്ചി ഇല്ലേ, നമുക്ക് അജിതേച്ചിയാണ്
കച്ചവടം ചെയ്ത് നിങ്ങൾ താ. അജിതേച്ചേട്ടാ നമ്മളെ കൂടെ ഉള്ളത് ഇപ്പൊ എല്ലാത്തിനും ഇതാ വേണ്ട ഏത്? ഇത് വേണ്ട, ഇതാ വേണ്ട എനിക്ക് ഇത് മതി. ഇതല്ല ഇത് അത് 5 എണ്ണം 5 എണ്ണമൊന്നും വേണ്ട. ഞാൻ എന്താ മോൻ എന്തേലും കൊടുക്ക്. നിങ്ങൾ എന്താ ബബ്ബൊക്കെ കൊണ്ടുവരഞ്ഞേ? ബബിൾഗം. ആ പോയി വാങ്ങും. എത്ര വേണ്ടത്? ഒരു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. ബൈ ബൈ.